അരുവിക്കരയിൽ തോറ്റത് മാത്രമൊന്നുമല്ല CPIMന്റെ പ്രശ്നം. ഇന്ത്യയാകെ എന്താണ് സ്ഥിതി? അക്ഷരാർത്ഥത്തിൽ പാർട്ടിയുടെ പ്രതാപകാലം അവസാനിപ്പിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യമാണോ? VD സതീശൻ പറയുന്നത് അതാണ്. കോൺഗ്രസിനൊപ്പം കൂടിയിരുന്ന കാലത്തായിരുന്നു അത്രേ CPIക്കും CPIMനും ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതാപം ഉണ്ടായിരുന്നത്. ഇന്നത്തെ അവരുടെ വെല്ലുവിളികളെ ജെറൂസലേമിലെ കഴുതയോടാണ് സതീശൻ ഉപമിക്കുന്നത്. അതൊരു വല്ലാത്ത കഥയായിപ്പോയി. സാർ, ബൈബിളിൽ ഒരു രസകരമായ കാര്യം പറയുന്നുണ്ട്. കഴുതപ്പുറത്ത് കയറി ക്രിസ്തു ജെറുസലേമിലേക്ക് യാത്രയായ കഥ. കഴുതപ്പുറത്ത് കയറി ക്രിസ്തു ജെറുസലേമിലെത്തുമ്പോൾ ഇരുവശങ്ങളിലും നിന്ന് ആളുകൾ പുഷ്പവൃഷ്ടി നടത്തുകയും ആഹ്ലാദസൂചകമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. സാർ, കഴുത കരുതി ഇത് എനിക്കും കൂടി കിട്ടിയ സ്വീകരണമാണ് എന്ന് കരുതി ഒരിക്കൽ ക്രിസ്തുവില്ലാതെ കഴുത ജെറുസലേമിലേക്ക് പോയി. സാർ, അവിടെ ചെന്നപ്പോൾ ആളുകൾ ചെരുപ്പ് വെച്ച് മുഖത്തടിച്ചും അതിനെ കല്ലെറിഞ്ഞും ഓടിക്കുകയുണ്ടായി. സാർ, കോൺഗ്രസിന്റെ കൂടെ വന്നപ്പോൾ പ്രകാശ് കാരാട്ട്, ഡി രാജ എന്ന് പറയുന്ന നമ്മുടെ ചെന്നൈയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ്, ബർദാൻ തുടങ്ങിയ ആളുകൾക്ക് എന്തായിരുന്നു മാധ്യമ ഫോക്കസ്? സാർ, അവരുടെ മുന്നിൽ നിന്ന് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാർ മൈക്കും പിടിച്ചു മാറാതെ നിന്നു. രാവിലെ കാരാട്ടിന്റെ പത്രസമ്മേളനം, വൈകുന്നേരം വീണ്ടും പത്രസമ്മേളനം, രാത്രി 11 മണിക്ക് ബ്രീഫിംഗ്. അവൈലബിൾ പോളിറ്റ് ബ്യൂറോ അവർ രണ്ടുപേരും കൂടി, പ്രകാശ് കാരാട്ടും മിസിസ് കാരാട്ടും ചേർന്ന് നടത്തിയാൽ പോലും അത് ദേശീയ മാധ്യമങ്ങളിലെ വാർത്ത. അങ്ങനെ എന്തൊരു ഫോക്കസ് ആയിരുന്നു സാർ. അവിടെ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ച് പോയി കഴിഞ്ഞപ്പോൾ മറ്റേ ജെറുസലേമിലേക്ക് ക്രിസ്തു ഇല്ലാതെ പോയ ആളുടെ സ്ഥിതിയായില്ലേ? ആ സ്ഥിതിയായില്ലേ? അപ്പൊ കോൺഗ്രസിന്റെ CPIക്കാരാലോചിക്കണം. കോൺഗ്രസിന്റെ കൂടെ നിന്ന കാലത്ത് ആ SA ഡാങ്കയൊക്കെ ആരായിരുന്നു? കിഡിലൻ നേതാക്കന്മാരായിരുന്നു. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കന്മാരായിരുന്നു. ഇപ്പൊ ആരൊക്കെയാണെന്ന് കോൺഗ്രസിന്റെ കൂടെ നിന്നപ്പോ ഈ നേതാക്കന്മാരുടെ പേരുകൾ വരെ അറിയാമായിരുന്നു എല്ലാവർക്കും. സാർ, ഇപ്പോൾ അവരുടെ പേരുകൾ പോലും ആർക്കും അറിയില്ല, നമ്മുടെ നാട്ടിൽ അറിയില്ല. അപ്പൊ കോൺഗ്രസിന്റെ കൂടെ നിന്നപ്പോൾ ഉണ്ടാകുന്ന പ്രസക്തിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ CPMനും CPIക്കും ഉണ്ടായത് എന്ന് മറക്കരുത്. സതീശൻ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങളെന്ന് സഖാക്കൾക്ക് നന്നായി അറിയാം. കാരണം കോൺഗ്രസിന്റെ പ്രതാപകാലം CPIMുമായി കൂട്ടുകൂടിയിരുന്നപ്പോഴായിരുന്നു അത്രേ. അതുമാത്രമോ, ഇന്ത്യ ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന CPIMന്റെ അജണ്ടയെക്കുറിച്ചുകൂടി M ചന്ദ്രന് നല്ല ബോധ്യമുണ്ട്. 2004 ഇവിടെ VD സതീശൻ പറഞ്ഞല്ലോ, 2004 നിങ്ങൾ കോൺഗ്രസിന്റെ ഒപ്പം നിന്നപ്പോഴാണ് നിങ്ങൾക്ക് അന്തസ് വന്നതെന്ന്. കോൺഗ്രസിന് അന്തസ് ഉണ്ടാക്കിയത് അപ്പോഴല്ലേ? 61 പേരുടെ പിന്തുണ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഒരു മന്ത്രിസ്ഥാനം ചോദിച്ചിട്ടില്ല കോൺഗ്രസിനോട്. അന്ന് ഞങ്ങൾ ചോദിച്ചാൽ പ്രധാനമന്ത്രി ഒഴിച്ച് എല്ലാ മന്ത്രിസ്ഥാനവും ഞങ്ങൾക്ക് തരും. പക്ഷേ രാജ്യരക്ഷാ വകുപ്പ് തരും, ധനകാര്യ വകുപ്പ് തരും, ഹോം മിനിസ്റ്റർ തരും. പക്ഷെ ഞങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും ശക്തി ഉണ്ടായിരുന്നു. അന്ന് മുസ്ലിം ലീഗിന് ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടി. ആ സഹമന്ത്രി സ്ഥാനം കിട്ടിയത് ഞങ്ങൾ എതിർക്കാതിരുന്നു കൊണ്ടാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് കേന്ദ്രത്തിൽ നിങ്ങൾക്ക് അയിത്തം മാറിയത്. നിങ്ങൾക്കൊരു ലക്ഷ്യം, നിങ്ങൾ ഇന്ത്യ ഭരിക്കാൻ പോകുന്ന പാർട്ടിയല്ല. ഞങ്ങൾ ഇന്ത്യ ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ലീഗിന് അത്തരം ലക്ഷ്യമുണ്ടോ? ലീഗിന് ഇനി കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രി, അതുവരെ ഉള്ളു ലക്ഷ്യം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലക്ഷ്യമില്ല. കേരളത്തിൽ 5 മന്ത്രിസ്ഥാനം കിട്ടി, നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു. അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് ആഗോളവൽക്കരണ നയത്തിനെതിരാ, വർഗീയതയ്ക്കെതിരാണ്. അതിന് നിങ്ങളുടെ ചീട്ടൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അല്ലെങ്കിലും ഇന്ത്യ ഭരിക്കാൻ ലക്ഷ്യമിട്ട് മുന്നേറുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോടൊക്കെ ഏറ്റുമുട്ടാൻ പോയാൽ ലീഗിന്റെ സ്ഥിതി എന്താകും? എന്നാൽ UDFകാർ ബംഗാളും ത്രിപുരയും ഒക്കെ എടുത്താണ് പാർട്ടിക്കാരെ അടിക്കുക. റോഡ് പണിക്കെത്തിയ CPIMന്റെ ബംഗാൾ നേതാക്കളുടെ ദയനീയ കഥയാണ് വർക്കല കഹാർ വിവരിച്ചത്. ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ, നമ്മുടെ സംസ്ഥാനങ്ങൾ ടെറിട്ടറി പ്രദേശങ്ങളിൽ, അവിടെ ഏറ്റവും കുറഞ്ഞ കൂലി 10-30 സംവത്സരക്കാലമായി CPM ഭരിക്കുന്ന ത്രിപുരയിലാണ് സാർ. 65 രൂപ. എന്ത് ചെയ്യും സാർ? സാർ, ഇതുകൊണ്ടല്ലേ സാർ ഈ വെസ്റ്റ് ബംഗാളിലുള്ളവരെല്ലാം ഇവിടെ നിൽക്കുന്നത്? വെസ്റ്റ് ബംഗാളിലുള്ള മുഴുവൻ ആളുകളും ഇവിടെ ഉണ്ട് സാർ. ഇപ്പോൾ ഏരിയ സെക്രട്ടറി അല്ല സാർ, എൻ്റെ അവിടെ ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് പേര് നിലായ് മുഖർജി, നാവായിക്കുളത്ത് റോഡ് പണിക്കുണ്ട് സാർ.
റോഡ് പണിക്കുണ്ട് നിലായി മുക്കറി. ആ പ്രദേശങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ വേറൊരു രസകരമായ സംഭവം ഉണ്ടായി സാർ. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉണ്ട്, റോഡ് പണിക്കുണ്ട്. ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരുണ്ട്, പലരും ഉണ്ട് സാർ. അവിടെ സ്വസ്ഥതയിൽ ഇവിടെ സന്തോഷത്തോടെ കഴിയുകയാണ്. അടുത്ത കാലത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ പലരും CPM-ന്റെ ബോർഡ് കാണാതെ പോയി സാർ. പാവ ഞങ്ങളുടെ പിള്ളേരാണ് സാർ അടികൊള്ളുകയും കേസ് ഞങ്ങളുടെ പിള്ളേർക്കെതിരെയാണ് കൊടുത്തത്. അവസാനം അന്വേഷിച്ച് പറയും സാർ, ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന കമ്മിറ്റിക്കാരാണ് ഇത് പലതും അടിച്ചു മാറ്റിയെന്ന്. അവർ പറയുന്നത് അവരവിടെ നിന്ന് ഇവിടെ വരാൻ കാരണം ഇതൊക്കെ അവിടെ പൊക്കിയത് കൊണ്ടാണെന്നാണ്. അതുകൊണ്ട് കാണുന്നതെല്ലാം അവർ തന്നെ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് പഴി ഞങ്ങൾക്കും. എന്നാൽ പിന്നെ അവരെ അങ്ങ് കോൺഗ്രസിൽ എടുത്താൽ പോരെ? ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ഹിന്ദുത്വ. ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളി. അല്ല, അങ്ങനെ അതിനൊരു ഒരു ചാൻസ് ഇല്ല. നീ പോക്കരത്തരം പറഞ്ഞാൽ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ.